എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. എത്ര അർത്ഥമുള്ള കവിത. എന്താ അയാളുടെ പേര്? മുരുകൻ കത്രക്കടവോ? ഓ, മുരുകൻ കത്രക്കടവല്ല ബഷീറേ, ഉം. മുരുകൻ കാട്ടാക്കട. ഉം. കാട്ടാക്കട എന്ന് വെച്ചാല് ഉം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഉൾസ്ഥല. ഉം. എന്താ വാസുദേവ ഒരു ഉച്ചകോടി സമ്മേളനം? ഉച്ചകോടി സമ്മേളനം വിളിക്കാൻ ഇന്ത്യ ഭരിക്കുന്നതേ അമേരിക്ക സെനറ്റും അവിടുത്തെ പ്രസിഡന്റും ഒന്നല്ല. ഇതെന്താ നേരെ കണ്ണടക്കൊരു ഷേപ്പ് കേട്. ഒരുമാതിരി നായമൂത്രമൊക്കെ കാല് പൊക്കിയ പോലെ. അത്രയ്ക്കങ്ങ് വേണ്ട വാസുദേവ. കണ്ണട എന്റെ ഫ്രെയിമിന് ചെറിയൊരു തകരാറ്, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഫ്രെയിം അങ്ങോട്ട് മാറ്റിക്കൂടെ നായരെ? ഫ്രെയിം മാറ്റിക്കൊണ്ടൊന്നും കാര്യമില്ല എന്റെ ബഷീറെ. ഇതിപ്പോ കണ്ണട തന്നെ മാറ്റേണ്ടി വരും. കണ്ണിന്റെ പവറും കുറഞ്ഞു, കണ്ണടന്റെ പവറും കുറഞ്ഞു. ഇപ്പൊ ഇഷ്ടം പോലെ കണ്ണട ഷോപ്പുകളല്ലേ നിങ്ങൾക്കും വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത്. ആ, അത് ഞാനും ശ്രദ്ധിച്ചു. ഇപ്പൊ എത്രത്തോളം കണ്ണട ഷോപ്പുകളാ ഉയർന്നു വരുന്നത്, നമ്മുടെ കള്ള് ഷാപ്പുകൾ പോലെ. ഉം. നമ്മുടെ ബാനർജി റോഡില് വലിയൊരു ഷോപ്പിംഗ് മാൾ ഉയർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. ആ. ഞാൻ ധരിച്ചത് അതേതോ ടെക്സ്റ്റൈൽസോ ജ്വല്ലറിയാണെന്നാ. പക്ഷെ ഇപ്പതേ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതൊരു കണ്ണട ഷാപ്പായിരുന്നു. ഈ കണ്ണട എന്ന് പറയുന്ന സാധനപ്പോ നമ്മളെ കാഴ്ചേന്റെ തലവേദനേന്റെ മാത്രം പ്രതിവിധി ഒന്നും അല്ലല്ലോ. അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ കൂടെ മാറിയില്ലേ. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ണട വെച്ചാലേ അവരുടെ ഐക്യു ഉയരുള്ളൂ എന്നാണ് ഇവിടുത്തെ കൊച്ചമ്മമാരുടെ ധാരണ. ആ, അതൊരു പോയിന്റാ ബഷീർ പറഞ്ഞത്. കുട്ടികളൊക്കെയും ബുദ്ധിജീവികളാക്കാനാണല്ലോ അച്ഛനമ്മമാരുടെ പ്രയത്നം. എന്നിട്ടെന്തേ നമ്മുടെ ഗാന്ധി മോഡൽ കണ്ണട ഇവിടെ ആരും ഉപയോഗിക്കാത്തത്? അദ്ദേഹത്തിന്റെ ഐക്യമൊക്കെ താണ നിലയിലൊന്നല്ലല്ലോ. ഉം. ഒന്നുമില്ലേലും നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന മഹാത്മാവല്ലേ. കണ്ണടകൾ അഹങ്കാരത്തിന്റെ ആഭരണങ്ങളാകരുത്. അവ പുറംകാഴ്ചകളേക്കാൾ ഉപരി അകക്കാഴ്ചകളിലേക്കു കൂടി നയിക്കുന്നതാകട്ടെ.